പാലക്കാട് ജില്ലയിലെ 7 നഗരസഭകളിൽ 3 LDF-നും 3 UDF-നും 1 BJP-യും ഭരിക്കും. ഷൊർണൂർ, ഒറ്റപ്പാലം, ചെർപ്പുളശ്ശേരി നഗരസഭകൾ LDF-ഉം മണ്ണാർക്കാട്, പട്ടാമ്പി, ചിറ്റൂർ നഗരസഭകളിൽ UDF-ഉമാണ് അധികാരത്തിലെത്തിയത്. ഒറ്റപ്പാലത്ത് സംവരണമായതിനാൽ എതിരില്ലാതെയാണ് LDF-ന്റെ ജയസുധ ചെയർപേഴ്സണായത്. ഒറ്റപ്പാലം നഗരസഭയിൽ LDF-ന്റെ MK ജയസുധ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. UDF-നും BJP-ക്കും പട്ടികജാതി വനിതാ കൗൺസിലർമാർ ഉണ്ടായിരുന്നില്ല. മുസ്ലിം ലീഗിന്റെ PMA ജലീൽ ചെയർപേഴ്സണായി ജയസുധയെ പിന്താങ്ങുകയും ചെയ്തു. LDF-ന്റെ K രാജേഷാണ് ഒറ്റപ്പാലത്തെ വൈസ് ചെയർമാൻ. ഷൊർണൂർ നഗരസഭയിൽ LDF-ലെ P നിർമ്മലയെ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തു. VK അനുരാജാണ് വൈസ് ചെയർപേഴ്സൺ. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ LDF-ന്റെ KT ജംസിയെയാണ് ചെയർപേഴ്സൺ. C ജയകൃഷ്ണനെ വൈസ് ചെയർമാനായി തെരഞ്ഞെടുത്തു. UDF-ന്റെ സുമേഷ് അച്യുതനാണ് ചിറ്റൂർ തത്തമംഗലം നഗരസഭാ അധ്യക്ഷൻ. കൃഷ്ണലീലയാണ് വൈസ് ചെയർപേഴ്സൺ. മുസ്ലിം ലീഗിന്റെ സജിന ടീച്ചറാണ് മണ്ണാർക്കാട് നഗരസഭാ അധ്യക്ഷ. കോൺഗ്രസിന്റെ K ബാലകൃഷ്ണനാണ് വൈസ് ചെയർമാൻ. UDF-ലെ TP ഷാജിയാണ് പട്ടാമ്പി നഗരസഭാ ചെയർമാൻ. മുസ്ലിം ലീഗിന്റെ അസ്ന അനീഫയെ വൈസ് ചെയർമാനായും തെരഞ്ഞെടുത്തു. പാലക്കാട് നഗരസഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിലും BJP തന്നെ അധികാരത്തിലെത്തി. BJP ജില്ലാ ജനറൽ സെക്രട്ടറിയായ P സ്മിതേഷാണ് ചെയർമാൻ. T ബേബിയെ വൈസ് ചെയർമാനായും തെരഞ്ഞെടുത്തു. വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിന് 7 മിനിറ്റ് വൈകിയെത്തിയ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ M. വത്സന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. കൈരളി ന്യൂസ്, പാലക്കാട്.